അപ്പോൾ റിയാദ് മെട്രോയിലേക്കുള്ള യാത്രയാണ് ഇനിയുള്ളത്. മെട്രോ തുറന്ന ഉടനെ തന്നെ ഏതെങ്കിലും ഒരു യാത്രയിൽ ഒരു വീഡിയോ ചെയ്യണമെന്നുള്ള ഒരാഗ്രഹമായിരുന്നു. അതിൻ്റെ പുറത്തിറങ്ങിയതാണ് ഇന്നത്തെ ഈ യാത്ര. ദർബ് കാർഡ് ഉപയോഗിച്ച് മെട്രോയുടെ അകത്തേക്ക് പ്രവേശിച്ചു. സാബ് ബാങ്കിലേക്കാണ് യാത്ര. The next train to SAB Bank is approaching. Please allow passengers off the train first and mind the gap between the train and the platform. انتبه للفجوة بين الرصيف والقطار. Mind the gap between the train and the platform. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. റിയാദ് മെട്രോ സ്റ്റേഷനിലാണ്. അൽഹംദുലില്ലാ തുറന്നിട്ട് ഇപ്പോൾ 3-4 ദിവസമായെങ്കിൽ പോലും സ്റ്റേഷൻ തിരക്കൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ചെന്നൈ മെട്രോ റെയിൽവേ സ്റ്റേഷൻ പോയവർക്കറിയാം, അവിടെ ഡോറ് തുറന്നിട്ടാണ് ഇന്നാവുന്നത്, ഓപ്പൺ ഏരിയ അല്ല. അത്യാവശ്യം തിരക്കെല്ലാം ഉണ്ട്. അൽഹംദുലില്ലാ എവിടേക്ക് പോകണം എന്ന് തീരുമാനിച്ചിട്ടില്ല. ജസ്റ്റ് ഒരു റൈഡ്, ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇറങ്ങി ഇൻഷാ അല്ലാഹ് റിട്ടേൺ ഇങ്ങോട്ട് തന്നെ വരണം. ഇൻഷാ അല്ലാഹ് മെട്രോ സ്റ്റേഷനിൽ കയറിയവരുണ്ടെങ്കിൽ അവരുടെ അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക ഇൻഷാ അല്ലാഹ്. ഹൈജീൻ്റെ കാര്യത്തിലൊന്നും കുഴപ്പമില്ല, നല്ല വൃത്തിയും എല്ലാ കാര്യങ്ങളും നല്ല സജ്ജീകരണം തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ റിയാദ് ടൈം കൃത്യം 4 മണി. ഞാൻ സാബ് ബാങ്ക് എന്ന സ്ഥലത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഇൻഷാ അല്ലാഹ് സൗദിയിൽ വന്ന് മെട്രോ ഉദ്ഘാടനം ചെയ്ത് ആദ്യ യാത്രയാണ്. ഇൻഷാ അല്ലാഹ് ഇവിടെ വന്നവരെല്ലാം വീഡിയോയും മറ്റു ഫോട്ടോസുകളെല്ലാം എടുത്ത് അവരുടെ സന്തോഷമൊക്കെ അറിയിക്കുന്നുണ്ട്. ഇപ്പോൾ ദൂരത്തുനിന്ന് അവിടെ കാണുന്നുണ്ടോ എന്നറിയില്ല. അവിടെയൊക്കെ ഓരോരുത്തർ അവരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളെല്ലാം വീഡിയോയിലൂടെയൊക്കെ ഷെയർ ചെയ്യാം. അൽഹംദുലില്ലാ ബാക്കിയുള്ള യാത്രകളെല്ലാം ഇൻഷാ അല്ലാഹ് അതിന് ട്രെയിൻ എത്തിയിട്ട് ഉള്ളിലേക്ക് ചെന്ന് ബാക്കി വീഡിയോകളും കാഴ്ചകളും എല്ലാം കാണാം ഇൻഷാ അല്ലാഹ്. ഈ വീഡിയോ പകർത്തുന്നതിനിടയിൽ 2 മെട്രോ ട്രെയിനുകൾ പോയിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും അവിടെ ഇരുന്ന് നിരീക്ഷിക്കുകയായിരുന്നു ഓരോ കാഴ്ചകളും. അടുത്ത ട്രെയിൻ എത്തി, ഇതിലേക്ക് കയറാം എന്ന് വിചാരിക്കുന്നു. ഓരോ യാത്രക്കാർക്കും പ്രത്യേകമായ പ്രവേശന കവാടം തന്നെയുണ്ട്. സിംഗിൾ, ഫാമിലി, ഫസ്റ്റ് ക്ലാസ് എന്നതാണവ. ഈ മെട്രോയിൽ കയറുന്നതിലൂടെ നാം ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാവുകയാണ്. എങ്ങനെയെന്നാൽ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഡ്രൈവർലെസ് മെട്രോയാണ് റിയാദ് മെട്രോയുടെ പ്രത്യേകത. ഏകദേശം 178 കിലോമീറ്റർ സഞ്ചരിക്കുന്ന ഈ മെട്രോ ട്രെയിൻ 6 ദിശകളിലായി 6 ട്രാക്കിലൂടെയാണ് കടന്നു പോകുന്നത്. ബ്ലൂ ലൈൻ, റെഡ് ലൈൻ, യെല്ലോ ലൈൻ, ഗ്രീൻ ലൈൻ എന്നിങ്ങനെയാണവ. ഏകദേശം 85 സ്റ്റേഷനുകളാണ് റിയാദ് മെട്രോയിലുള്ളത്. പല ഭാഗങ്ങളിലായി 178 കിലോമീറ്റർ സഞ്ചരിക്കുന്ന ഈ മെട്രോ ട്രെയിൻ അതിൻ്റെ 58 കിലോമീറ്ററും അണ്ടർഗ്രൗണ്ട് ടണലിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഈ വീഡിയോ കാണുന്നവരിൽ മെട്രോയിൽ സഞ്ചരിച്ചവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. നമുക്ക് വേണ്ട എല്ലാ ഇൻസ്ട്രക്ഷൻസും അതുപോലെ തന്നെ റൂട്ട് മാപ്പും എല്ലാ സ്റ്റേഷനുകളിലും കൊടുത്തിട്ടുണ്ട്.
ഫഹദ് സ്റ്റേഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇനി വന്ന സ്ഥലത്തിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന യാത്രയാണ്. Al-Iman Hospital. انتبه للفجوة بين الرصيف والقطار. Mind the gap between the train and the platform. അങ്ങനെ യാത്ര പുറപ്പെട്ട സ്ഥലത്ത് തന്നെ തിരിച്ചെത്തി. അപ്പോൾ ഇതൊക്കെയാണ് റിയാദ് മെട്രോയിലെ വിശേഷങ്ങൾ. കൂടുതൽ കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പോലും നല്ലൊരു വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോകളുമായി ഉടനെ വരാം.